മൈ ഹീറോ അക്കാദമിയ വിജിലൻസ് എന്ന ആനിമേ സീരീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പ്രശസ്ത കഥാപാത്രമായിട്ടുള്ള വിന്റർ സോൾജറെ നമുക്ക് കാണാം. ഇത് മാർവൽ ഫാൻസിനെ ഒരുപാടധികം ആവേശത്തിലാഴ്ത്തിയ ഒരു ഈസ്റ്റർ എഗ്സ് ആയി മാറിയിട്ടുണ്ട്. മൈ ഹീറോ അക്കാദമിയ വിജിലൻസ് സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡിൽ യാക്കുസ് എന്ന ക്രിമിനൽ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഹീറോ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നു. ഈ എപ്പിസോഡിൽ കണ്ണിന് ചുറ്റും കറുത്ത നിറവും ഒരു കൈയിൽ മെറ്റൽ കോട്ടിങ്ങുമുള്ള ഒരു യാക്കുസ് അംഗം പ്രത്യക്ഷപ്പെടുന്നു. ഇത് മാർവലിന്റെ വിന്റർ സോൾജറിന്റെ അതേ രൂപമുള്ള ഒരു ക്യാരക്ടറാണ്. പേര് പരാമർശിക്കപ്പെടുന്നില്ലെങ്കിലും ഈ കഥാപാത്രം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് ഒരു ചെറിയ ആദരവായി കാണപ്പെടുന്നു. ഈ സീരീസിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള കോഹൈ ഹോരിക്കോഷി മാർവൽ സൂപ്പർ ഹീറോകളിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. സീരീസ് ആരംഭിച്ച കാലം മുതൽ മാർവലിന്റെ സ്വാധീനം ഈ സീരീസിൽ വ്യക്തമായി കാണാം. ഇത് സ്പൈഡർമാനുമായി നടത്തിയ ഒഫീഷ്യൽ ക്രോസ് ഓവർ ഉൾപ്പെടെ നിരവധി മാർവൽ സൂപ്പർ ഹീറോകളെ അനുസ്മരിക്കുന്ന ഘടകങ്ങൾ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈ ഹീറോ അക്കാദമി വിജിലൻസ് എന്നത് പ്രധാന സീരീസിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്പിൻ ഓഫ് സീരീസ് ആണ്. 2025 സ്പ്രിംഗ് ആനിമേ ഷെഡ്യൂളിൽ ഈ സീരീസ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു. ഹീറോ കില്ലർ സ്റ്റെയിൻ എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ തുടക്കകാലത്തെ ജീവിതം ഉൾപ്പെടെ ഹീറോ സമൂഹത്തിന്റെ പുതിയ വശങ്ങൾ ഈ സീരീസിലൂടെ അവതരിപ്പിക്കുന്നു. മാർവലിനെയും ആനിമയും ഒരുപോലെ കൊണ്ടുവന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനറ.